മത്തായിയുടെ സുവിശേഷം 16:18. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണി. എന്നിട്ട് കർത്താവ് പറയുന്നു, ആ എന്റെ സഭയെ ജയിക്കുവാൻ പാതാള ഗോപുരങ്ങൾക്ക് അഥവാ നഗര കവാടങ്ങൾക്ക് സാധ്യമല്ല. നഗര കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുക ഇല്ല. തുടർന്ന് പറയുന്നു, 19-ാമത്തെ വചനത്തിൽ പറയുന്നു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. അവിടെ നിൽക്കട്ടെ. അതിനിടെ 1-2 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട്. ഒന്ന്, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണി. ഒന്ന്, പത്രോസ് ആകുന്ന പാറമേൽ സഭയെ പണി. 2, പത്രോസ് ഏറ്റുപറഞ്ഞ് വിശ്വാസമാകുന്ന പാറമേൽ ഞാൻ എന്റെ സഭയെ പണി. നമ്മൾ ശുദ്ധമുള്ള യെശയ്യാവിന്റെ പഴയ നിയമത്തിലേക്ക് നമ്മൾ പോവുകയാണല്ലോ. പെട്ടെന്നൊന്ന് പഴയ നിയമസഭ, പഴയ നിയമസഭ ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ ഒരുപാട് കാലഘട്ടങ്ങളുണ്ട്. ഹാനോക്കിന് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ഉൽപ്പത്തി 4-5 അധ്യായത്തിൽ അവസാനിക്കുന്നു. വീണ്ടും 6 അധ്യായത്തിൽ 5 തുടങ്ങി 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നോഹയുടെ ഒരു കാലഘട്ടം. ഈ കാലഘട്ടങ്ങളൊക്കെ എന്ന് പറയുന്നത് സഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന കാലഘട്ടങ്ങളാണ്, നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന കാലഘട്ടങ്ങളാണ്. അപ്പോൾ ഉൽപ്പത്തി 11 വരെയുള്ള അധ്യായങ്ങളിൽ ഒരുപാട് കാലഘട്ടങ്ങൾ വർണ്ണിക്കപ്പെടുന്നുണ്ട്. എന്നാൽ പഴയ നിയമസഭയുടെ പ്രാരംഭം എന്ന് പറയുന്ന തലത്തിൽ ഒരു കാലഘട്ടം ആരംഭിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിലൂടെയാണ്. അഥവാ അബ്രഹാമിനെ വിളിച്ചുകൊണ്ടുള്ളതായ ദൈവത്തിന്റെ ഒരു പ്രത്യേക പദ്ധതി. പഴയ നിയമസഭയുടെ പ്രാരംഭം ഉൽപ്പത്തി 12 തുടങ്ങി സമാരംഭിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഒന്ന്, യെശയ്യാവിന്റെ പ്രവചനം 26-ാം അധ്യായത്തിൽ അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ പ്രവാചകനിലൂടെ ഇങ്ങനെ നമ്മളൊരു വലിയ കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ദൈവത്തിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. 4-ാമത്തെ വാക്യം, കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. യഹോവയായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. പ്രവാചകനിലൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത് ആർക്കും ഇളക്കുവാൻ കഴിയാത്ത ഒരു അഭയശിലയായിട്ട്, ഉറപ്പുള്ള ഒരു പാറയായിട്ട് ദൈവം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അത് സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ പറയുന്നുണ്ട്, അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടെ ദൈവം തന്നെ വെളിപ്പെടുത്തുമ്പോൾ ആശ്രയിക്കുന്ന എല്ലാവർക്കും ഒരു അഭയശിലയായിട്ട് ദൈവം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. വീണ്ടും തന്നെ ദൈവം ഒരു പാറ, ഇളകാത്ത ഒരു ശാശ്വത അഭയശിലയായി വെളിപ്പെടുത്തുമ്പോഴും, വാത്സല്യമുള്ളവരെ, പഴയ നിയമ സഭയുടെ പ്രാരംഭം ശുദ്ധമുള്ള യെശയ്യാവിന്റെ പ്രവചനം തന്നെ 51-ാം അധ്യായത്തിന്റെ 1-2 വചനങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: കർത്താവിനെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ, എന്റെ വാക്ക് കേൾപ്പി. കർത്താവിനെ അന്വേഷിക്കുന്നവരെ, അത് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ കർത്താവിനെ അന്വേഷിക്കുന്നവരെ, 2 രക്ഷ തേടുന്നവരെ എന്നൊരു തലക്കെട്ട് അതിന് അധ്യായത്തിന് കൊടുക്കുമ്പോൾ, കർത്താവിനെ അന്വേഷിക്കുന്നവർ, രക്ഷ തേടുന്ന കർത്താവിനെ അന്വേഷിക്കുന്നവർ, ശാശ്വത പാറയാകുന്ന കർത്താവിനെയാണ് അന്വേഷിക്കുന്നത്. എന്നുമ്പേ പറഞ്ഞു യെശയ്യാ 26-3
ഇളകാത്ത ഒരു ശാശ്വത പാറയായി ദൈവം തന്നെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ ആ പാറയെ അന്വേഷിക്കുന്നവരോട് പറയുകയാണ്, കർത്താവിനെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ, എന്റെ വചനം കേൾക്കുവേ. 1-ാം വചനത്തിന്റെ 2-ാം ഭാഗം, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവേ. നിങ്ങളെ വെട്ടിയെടുത്ത പാറ, 2-ാം വാക്യത്തിൽ പറയുന്ന ആരാണ് നിങ്ങളെ വെട്ടിയെടുത്ത പാറ? നിങ്ങളുടെ പിതാവായ അബ്രഹാം. നിങ്ങളുടെ പിതാവായ അബ്രഹാം. നിങ്ങളെ വെട്ടിയെടുത്ത പാറ നിങ്ങളുടെ പിതാവായ അബ്രഹാമാണ്. പിന്നെ നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭമാരാണ്? അത് അബ്രഹാമിന്റെ സഹധർമ്മിണിയായ സാറ. നിങ്ങളെ വഹിച്ചവളായ സാറയെയും നോക്കുകയും. പഴയ നിയമ സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വചനത്തിലാണ്. പഴയ നിയമ, അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനോട് പോലും ഇസ്രായേൽ ജനതയും അതുപോലെ പരീശന്മാരും അതുപോലെ ദൈവജ്ഞന്മാരും ഒക്കെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അതുപോലെ ക്രിസ്തുവിന്റെ മുന്നോടിയായി യോഹന്നാൻ സ്നാപകനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ പിതാവ് അബ്രഹാമാണ്. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായത്തിന് 4-ാം വചനത്തിൽ യോഹന്നാൻ സ്നാപകനോട് അന്നത്തെ യഹൂദന്മാരും അതുപോലെ നിയമജ്ഞരും ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ പിതാവ് അബ്രഹാമാണ്, ഞങ്ങൾ ജാരസന്തതികൾ അല്ല. അതുപോലെ യേശു ക്രിസ്തുവിനോട് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 40 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, അവര് യഹൂദന്മാർ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു പിതാവയുള്ളത് അബ്രഹാമാണ്. പഴയ നിയമസഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അബ്രഹാമിൽ ആരംഭിക്കുകയും അതും ഒരു പാറയിൽ നിന്ന് വെട്ടിയെടുക്കും. അബ്രഹാം എന്ന് പറയുന്ന ദൈവവിശ്വാസത്തിന്റെ, വിശ്വാസികളുടെ പിതാവാണല്ലോ അബ്രഹാം. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം എന്ന പാറയിൽ നിന്ന് വെട്ടിയെടുക്കപ്പെട്ടതും അതുപോലെ തന്നെ സാറയിൽ നിന്ന് ജനിച്ചവരുമായ ഒരു സമൂഹമാണ് പഴയ നിയമ ഇസ്രായേലിയർ എന്ന് പറയുന്നത്. ശ്രദ്ധാപൂർവം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ അതിന്റെ ഒരു വിശദീകരണത്തിലേക്ക് പോകാൻ വേണ്ടിയല്ല. ഇവിടെ കർത്താവ് പത്രോസിനെ പാറയായി തെരഞ്ഞെടുത്ത് ആ പാറമേൽ തന്റെ സഭയെ, പുതിയ നിയമസഭയെ സ്ഥാപിക്കുമ്പോൾ പഴയ നിയമസഭ എന്തായിരുന്നു? അത് ആരാകുന്ന പാറമേലായിരുന്നു. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം പഠിക്കുമ്പോൾ തേരഹിന്റെ മകനായ അബ്രാമിനെയാണ് ദൈവം വിളിക്കുന്നത്. അബ്രാമിനെ വിളിച്ച് പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് അവനെ കൊണ്ടുപോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കൊണ്ടുപോകുമ്പോൾ നാം തിരിച്ചറിയേണ്ട കാര്യം, തുടർന്നുള്ളവന്റെ വിശ്വാസത്തിന്റെ യാത്രയിൽ ഈ അബ്രാം എന്ന് പറയുന്നവന്റെ പേര് ദൈവം മാറ്റി. പഴയ നിയമസഭയുടെ ശിലയാക്കി അവനെ തീർക്കുന്നത് എപ്പോഴാണ്? അബ്രാം എന്ന പേര് മാറ്റി അവന് അബ്രഹാം എന്നുള്ള പേര് നൽകി അവനെ പഴയ നിയമസഭയുടെ ശിലയാക്കി തീർക്കുകയാണ്. ഒത്തിരി വിശദീകരിക്കാനുള്ള വചനത്തിലൂടെ അതിലേക്ക് മാറാതെ പെട്ടെന്ന് സുവിശേഷങ്ങൾ വായിച്ച 16-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വചനത്തിലേക്ക് വരികയാണ്. പത്രോസ് ഏറ്റുപറഞ്ഞ് വിശ്വാസമാകുന്ന പാറമേൽ, അല്ലെങ്കിൽ പത്രോസാകും. പത്രോസിന്റെ പേര്, ശിമോന്റെ പേര് മാറ്റി. യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഭാഗ്യവാൻ. അവന്റെ പേര് മാറ്റുകയാണ്. അവനെ ഒരു വിശ്വാസത്തിന്റെ പാറയാക്കി തീർക്കുകയാണ്. വിശ്വാസത്തിന്റെ പാറയാക്കി തീർക്കുകയാണ്. നീ പത്രോസാകുന്നു ഈ പാറമേൽ. അബ്രഹാമായി പഴയ നിയമസഭയുടെ പാറയായി തീർന്നതുപോലെ പുതിയ നിയമസഭയുടെ ഇളകാത്ത പാറയായി യോഹന്നാന്റെ മകനായ ശിമോനെ പത്രോസ് എന്ന അപരനാമം നൽകിക്കൊണ്ട് യേശു ഒരുക്കി എടുത്ത് അവൻ ഏറ്റുപറഞ്ഞൊരു വിശ്വാസം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന ആ ഏറ്റുപറഞ്ഞ വിശ്വാസത്തിന്റെ മേൽ ഇതാ കർത്താവ് പുതിയ നിയമസഭയെ സ്ഥാപിക്കുകയാണ്.
അപ്പോൾ നാം പത്രോസേറ്റ് പറഞ്ഞ ആ സത്യവിശ്വാസമാകുന്ന പാറമേൽ 1, 2 പാറയെ കുറിച്ച് പറഞ്ഞല്ലോ. അവനേറ്റ് പറഞ്ഞ വിശ്വാസമാകുന്ന പാറയെന്ന് പറയുന്നത് പിതാവായ ദൈവം വെളിപ്പെടുത്തി. എന്താ? അഭയശിലയാകുന്ന, ആർക്ക് വിളക്കുവാൻ കഴിയാത്ത അഭയശിലയാണ് ഞാനെന്ന് വെളിപ്പെടുത്തി ആ പിതാവ് തന്നെ യോഹന്നാന്റെ മകനായ ശിമോന് വെളിപ്പെടുത്തി കൊടുത്തു. നിന്റെ ഗുരുവും നാഥനുമായ കർത്താവ് ആരാണ്? രക്ഷകനായ മിശിഹ ആകും. രക്ഷകനായ മിശിഹ ആകും. ആ വലിയ പ്രഖ്യാപനം ബുദ്ധിയല്ല, യുക്തിയല്ല, ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ആ വെളിപാട്, അവൻ വെളിപ്പെടുത്തി കൊടുത്ത ആ വെളിപാടിലൂടെ വാത്സല്യമുള്ളവരെ, അവൻ ദൈവത്തിന് ആ 12 അപ്പോസ്തലന്മാരിൽ പ്രധാനി ആയിത്തീരുകയാണ്, പ്രഥമൻ ആയിത്തീരുകയാണ്, ഒന്നാമൻ ആയിത്തീരുകയാണ്. അങ്ങനെ ഒന്നാമനായിത്തീർന്ന വിശുദ്ധനായ അപ്പോസ്തലൻ ഏറ്റുപറഞ്ഞ വിശ്വാസത്തിന്റെ മേലല്ലെങ്കിൽ അവനാകുന്ന പാറയാകുന്ന ആ അടിസ്ഥാനത്തിന്റെ മേൽ കർത്താവ് സ്ഥാപിച്ച സഭയാകുന്നു പുതിയ നിയമ സഭ. പുതിയ നിയമ സഭ, പുതിയ നിയമസഭയുടെ സ്ഥാപനം പത്രോസാകുന്ന പാറയായ ആ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചു. 2, പത്രോസ് ഏറ്റുപറഞ്ഞൊരു വിശ്വാസം, അഭയശില ഞാനാകുന്നു, അതൊരു പാറയാകുന്നു എന്ന വെളിപ്പാട്. അവനേറ്റു പറഞ്ഞ വിശ്വാസം, ആ ഏറ്റുപറഞ്ഞ അഭയശിലയാകുന്ന കർത്താവിൽ അടിസ്ഥാനപ്പെട്ടതാകുന്നു സഭ. അതുകൊണ്ടാകുന്നു സഭ മശിഹായുടെ ശിരസ്സായി തീർന്നു. നമ്മളിങ്ങനെ പഠിക്കുന്നു, പൗലോസ് അപ്പോസ്തലൻ വ്യാഖ്യാനിക്കുന്നു, സഭ ക്രിസ്തുവിന്റെ ശിരസ്സും ശരീരം സഭയും ആകും. ശിരസ് ക്രിസ്തു, ശരീരം സഭ. അപ്പോൾ ശിരസ്സാകുന്ന ക്രിസ്തുവിൽ രൂപപ്പെട്ട ശരീരമാകുന്ന തിരുസഭ എവിടെ സ്ഥാപിക്കപ്പെട്ടു? പത്രോസ് പറഞ്ഞ വിശ്വാസത്തിൽ. അപ്പോൾ തന്നെ പത്രോസാകുന്ന ആ പാറമേൽ സഭ സ്ഥാപിക്കപ്പെട്ടു. ആ സഭയുടെ ഒരു വിശ്വാസിയാകുന്നു ഞാനും നിങ്ങളും. ഒരു പാറയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞ ആ ഭാഗം ഞാൻ അവിടെ അവസാനിപ്പിക്കാം. റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 30-ാമത്തെ തിരുവചനം വായിക്കുമ്പോൾ, റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 30-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ, അവിടെ അപ്പോസ്തലനായ പൗലോസ് പഴയ നിയമത്തിലെ ചില വചനങ്ങളൊക്കെ കോട്ട് ചെയ്ത് വളരെ മനോഹരമായി അവതരിപ്പിക്കുന്ന ഒരു പ്രമേയമുണ്ട്. അതായത് റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വചനം ഇങ്ങനെ വായിക്കുന്നത്: അപ്പോൾ നമ്മൾ എന്തു പറയണം? നീതി അന്വേഷിച്ച് പോയിരുന്ന വിജാതീയർ നീതി, അതായത് വിശ്വാസത്താലുള്ള നീതി പ്രാപിച്ചു. നീതി അന്വേഷിച്ചു പോയ ഒരു വിഭാഗം ആളുകൾ നീതി, അതായത് വിശ്വാസത്താലുള്ള നീതി പ്രാപിച്ചു എന്ന് തന്നെ. 31, നിയമത്തിൽ അധിഷ്ഠിതമായ നീതി അന്വേഷിച്ചു പോയ ഇസ്രായേൽ ആകട്ടെ ആ നിയമം നിറവേറ്റുന്നതിൽ വിജയിച്ചില്ല. 2 വിഭാഗം. 1, വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിക്കുവാൻ വേണ്ടി അടിസ്ഥാനപരമായ കാതലായ ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രയാണം ചെയ്ത ഒരു വിഭാഗം. 2, നിയമത്തിനധിഷ്ഠിതമായ നീതി അന്വേഷിച്ചു പോയ മറ്റൊരു കൂട്ടം. 1, വിശ്വാസത്താൽ നീതിയെ പ്രാപിക്കുവാൻ വേണ്ടി യാത്ര ചെയ്ത വിഭാഗം. 2, നിയമത്തിനധിഷ്ഠിതമായി നീതി അന്വേഷിച്ചു പോയ ഒരു വിഭാഗം. അവർക്ക് ദൈവത്തിന്റെ നീതി പ്രാപിക്കുവാൻ സാധിച്ചില്ല. വചനമാണ്, പൗലോസ് പറയുന്ന വചനമാണ്. 1, വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞാൻ മുമ്പേ ഓർമ്മപ്പെടുത്തിയിരുന്നു.
റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം അടിസ്ഥാന വചനമാണെന്ന് പറഞ്ഞ് ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നു. ആ വചനവും ഈ വചനവും കൂടെ ചേർത്ത് വായിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴുമാണ് ഞാൻ എവിടെ നിൽക്കുന്നു, ഞാൻ എങ്ങോട്ട് പോയിക്കൂടാ, ഞാൻ എവിടെ നിൽക്കുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ദൈവത്തിന്റെ സാക്ഷ്യമുള്ള സഭയിൽ ഞാൻ നിൽക്കുമ്പോൾ ആ വിശ്വാസത്താലുള്ള നീതി എന്നെ രക്ഷിക്കപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ചേർത്തു. എന്നാൽ 31-ാമത്തെ വാക്യം നിയമത്തിനധിഷ്ഠിതമായ, ദൈവജനത്തിനല്ല, ദൈവജനത്തിന് ആ ഒരു പ്രസക്തിയുമില്ല. എന്തിനാണ് പ്രസക്തി? നിയമം, നിയമത്തിൻ്റെതായ ഒരു രീതിയുണ്ട്. നിയമത്തിനധിഷ്ഠിതമായ നീതി അന്വേഷിച്ചു പോയ ഇസ്രായേലാകട്ടെ ആ നിയമം നിറവേറ്റുന്നതിൽ വിജയിച്ചില്ല. അതായത് നിയമത്തിനധിഷ്ഠിതമായ വഴികളിലൂടെ പ്രയാണം ചെയ്തവർക്ക് ദൈവത്താൽ നീതീകരിക്കപ്പെടാൻ സാധിച്ചില്ല. 32-33 വചനങ്ങൾ. എന്തുകൊണ്ട്? അവർ വിശ്വാസത്തിലൂടെ അല്ല യാത്ര ചെയ്തത്. അവർ വിശ്വാസത്തിലൂടെ അല്ല യാത്ര ചെയ്തത്. അവർ എന്തിലൂടെയാണ് യാത്ര ചെയ്തത്? നിയമാനുഷ്ഠിതമായ രീതിയിലാണ് അവർ യാത്ര ചെയ്തത്. ഇവിടെ ഒരു 2 വിഭാഗമുണ്ട്. ഒന്ന്, വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുന്നവർ. 2, നിയമത്തിനധിഷ്ഠിതമായി ജീവിക്കുന്നവർ. ഇത് വചനത്തിലൂടെ നാം മനസ്സിലാക്കണം. അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ പറയുകയാണ്, നീതിയിൽ അധിഷ്ഠിതമായ നിയമത്തിനധിഷ്ഠിതമായ നീതി അന്വേഷിച്ചു പോയി ഇസ്രായേൽ ജനമാകട്ടെ. ഇസ്രായേൽ ദൈവത്തിന് സ്വന്തം ജനമാണെന്ന് ഓർക്കണം. ദൈവത്തിന് സ്വന്തം ജനമായിരുന്നു ഇസ്രായേൽ, സ്വന്തം ജനം. അവരിൽ തന്നെ ഒരു വിഭാഗം ലോകത്തിന്റെ ഈ ലോകത്തിന്റെ നിയമത്തിനധിഷ്ഠിതമായി നീതി അന്വേഷിച്ചു പോയി. അവർ രക്ഷ പ്രാപിച്ചില്ല, അവർ രക്ഷിക്കപ്പെട്ടില്ല, അവർ വിജയിച്ചില്ല. അവർ വിശ്വാസത്തിലൂടെ അല്ല, പ്രവൃത്തിയിലൂടെയാണ് അന്വേഷിച്ചത്. എന്ത് സംഭവിച്ചു? ഇടർച്ചയുടെ പാറമേൽ അവർ തട്ടി വീഴും. 2 പാറ, ഈ 2 പാറയും ദൈവമാണ്. ഒന്ന് നമ്മൾ വായിച്ചു, യേശയ്യ 26:3 നമ്മൾ വായിച്ചു, യഹോവയായ ദൈവം ശാശ്വതമായ പാറ. അതേ ശാശ്വതമായ പാറയാകുന്ന കർത്താവ് തന്നെ ശുദ്ധമുള്ള യെശയ്യാവിന്റെ പ്രവചനം 8-ാം അധ്യായത്തിന്റെ യെശയ്യ 8-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തെ ഭയപ്പെടുവീൻ, അവിടുന്നാണ് വിശുദ്ധ മന്ദിരവും ഇടർച്ചയുടെ പാറയും. ദൈവത്തെ ഭയപ്പെടുവീൻ, ദൈവമാണ് വിശുദ്ധ മന്ദിരവും ഇടർച്ചയുടെ പാറയും. ഇസ്രായേലിന്റെ ഇരുഭവനങ്ങളെയും നിലം പതിപ്പിക്കുന്ന പാറ. എത്ര മനോഹരമായിട്ടാണ് പരിശുദ്ധാത്മാവ് ഈ പാറകളെ വർണ്ണിച്ചിരിക്കുന്നത്. ഒരു പാറ ഏറ്റുപറഞ്ഞ വിശ്വാസമാകുന്ന, അല്ലെങ്കിൽ വിശ്വാസം ഏറ്റുപറഞ്ഞ പത്രോസാകുന്ന പാറമേൽ സ്ഥാപിതമായ ദൈവത്തിന്റെ സഭ. ആ പാറയിൽ, ആ സഭയിൽ വിശ്വസിച്ച് വിശ്വാസത്തിന്റെ വഴികളിൽ നീതീകരണം പ്രാപിച്ച വ്യക്തി, പ്രിയപ്പെട്ടവരെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു.